എത്താൻ പോവാണ്. നമ്മുടെ രണ്ടാമത്തെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ആഗ്ര എത്താൻ പോവാണ്. ഫൈനലി നമ്മളൊരു 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആഗ്ര എത്തും. പെരുന്തണുപ്പ് മധ്യപ്രദേശില്. ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ഇത്. മധ്യപ്രദേശിലെ കൃഷി സംബന്ധമായ എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. വിഷ്വൽ ബ്യൂട്ടി. സ്വർഗം ഇതല്ലേ മക്കളെ? സ്വർഗത്തിലേക്കാണ് സുഹൃത്തുക്കൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം പ്രകൃതി ടൈം ഉണ്ടെങ്കിൽ മക്കളെ ഇതൊക്കെ ഒന്ന് നിങ്ങൾ കാണണം, എക്സ്പ്ലോർ ചെയ്യണം മക്കളെ. ഇതൊന്നും കാണാൻ നമ്മൾ മരിച്ചിട്ട് കാര്യമില്ല. ഭൂമിയിൽ എന്തായാലും ജനിച്ചു. അപ്പൊ ഇതൊക്കെ കാണണം, ഈ വണ്ടേഴ്സ് ഒക്കെ നമ്മൾ കാണണം. ശാലമിനെ കുറിച്ച് എന്താ പറയുന്നത്? ശാലം ഇപ്പൊ ത്രിൽഡ് ആണ് സുഹൃത്തുക്കള്. ആഗ്ര നെക്സ്റ്റ് സ്റ്റേഷനാണ്. അത് 15 മിനിറ്റിനുള്ളിൽ നമ്മൾ മഹാത്ഭുതങ്ങളിൽ ഒന്നാം ഞങ്ങൾ കാണാൻ പോകുന്നത് താജ്മഹൽ ആഗ്രയിൽ വെച്ചിട്ട്. എൻജോയ് ചെയ്യും മക്കളെ. എല്ലാരും ആഗ്രയെ കാലുകുത്താൻ വേണ്ടിട്ട് പാച്ചൻ എറിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ആഗ്രയിൽ ഇറങ്ങുന്ന സീനായിരിക്കും. പിന്നെ നമ്മള് താജ്മഹലിന്റെ വ്യൂ നമ്മൾ എന്തായാലും കാണിക്കുന്നതാണ്. താജ്മഹൽ കണ്ടതിന് ശേഷം നമുക്ക് അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കാണാനുണ്ട്. Okay, guys. Okay, see you next time. സ്ഥലം പറഞ്ഞു. നമ്മളിപ്പോ ലാൻഡ് ചെയ്തിട്ടുള്ളൂ ആഗ്രയിലേക്ക്. ബാഗൊക്കെ ഡിക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് പോവാണ്. എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പായസ്. Guys, finally we reached the Agra Fort. Exceed the Agra Fort. അത് പരിപാടിയാ. മക്കളെ ആഗ്ര ഫോർട്ട് ഇതാ. വണ്ടേഴ്സ് അല്ലെങ്കിലും ഒരു വണ്ടേഴ്സ് തന്നെ നമുക്ക് പറയാം. ലോകാത്ഭുതത്തിലെ ഏറ്റവും വലുതാണ് ഈ ആഗ്ര ഫോർട്ടിലെ. ഒന്ന് മസ്റ്റ് വിസിറ്റ് ആയ ഏരിയ ആണ് ആഗ്ര ഫോർട്ട്. കണ്ടോ? ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അതിനുള്ളിൽ കയറി നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അതാണ് നമ്മളെ ചെക്കന്മാര്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കണ്ടറിയാം ഗെയ്സ് ആ ഉള്ളിലത്തെ വിശേഷങ്ങൾ. നമ്മള് ഇതുപോലെ എവിടെയാണ്? ആഗ്ര ഫോർട്ട്. ജഹാംഗീർ ബാത്ത്. ഇതിലാണ് നമ്മൾ കുളിക്കുന്നത്. പക്ഷെ ഷെബി കുളിക്കാറില്ല. This is the biggest freedom of Kerala in my country. It is a tour attend the court. അയ്യോ അണ്ണാൻകുട്ടി ചുറ്റുടു. സോറി അണ്ണാൻകുട്ടിനെ കളിപ്പിക്കണം. ഹലോ ഗൈസ്, ഞങ്ങള് ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആഗ്ര. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ആഗ്ര ഫോർട്ട്. ഇത് നമ്മളെ ഫ്രണ്ട്സ് ആശും പറഞ്ഞാണ് അതിന്റെ ഒരു ശരി. നെക്സ്റ്റ് നമ്മൾ ഇനി താജ്മഹൽ. അതെ, ബിലാൽ കൂടി വന്നിട്ടുണ്ട്. സോറി. ഓക്കെ. ബിലാൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് ആഗ്ര ഫോർട്ട്. പിന്നെ എന്റെ ഉപ്പ ഇത് തന്നെയാണ് ആഗ്ര ഫോർട്ട്. ഇത് ആഗ്ര ഫോർട്ട്. ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഷെബീബിന്റെ ഫോണാണ്. അശ്വിന് ഷെബീബ് ഒരു സെൽഫി എടുക്കാൻ പോവാം.
ഗൈസ് ഞങ്ങൾ അങ്ങനെ ഏഴാമത്തെ ലോകാത്ഭുതം ഏഴാമത്തെ ലോകാത്ഭുതത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ കാണിച്ചു തരാം ഏഴാം അത്ഭുതമായ താജ്മഹൽ. അപ്പൊ നിങ്ങൾക്ക് പുറത്തുള്ള വ്യൂ നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതാണ് ഗേറ്റ് താജ്മഹലിലെ. ഒരുപാട് ഹിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ താജ്മഹലുണ്ട്. എല്ലാം ഞങ്ങൾ വിശദീകരിച്ച് ഞങ്ങൾ പറഞ്ഞു തരാം ഓരോന്നായിട്ട്. അപ്പൊ ഓക്കെ, ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം അല്ലേ ഗൈസ്. നമ്മളങ്ങനെ താജ്മഹലിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് താജ്മഹൽ കാണാൻ നല്ല ആഗ്രഹമില്ലേ? ഞങ്ങളിപ്പോ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ വെയിറ്റ് ചെയ്യുക. അപ്പൊ ബിനാദിന്റെ ചരിത്രത്തെ കുറിച്ച് എന്താ പറയുക താജ്മഹലിലെ ചരിത്രം എന്ന് പറഞ്ഞത് ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി പ്രണയത്തിന്റെ എന്തോ ആണെന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തതാണ്. ഞാൻ ഇതിന്റെ ഒരു ബ്യൂട്ടി അങ്ങ് കാണിച്ചു തരാം. സെക്കൻഡ് കേട്ടോ. പക്ഷെ നമുക്ക് ക്യാമറയിലൂടെ കിട്ടൂല, നമുക്ക് പകർത്താൻ പറ്റാത്തൊരവസ്ഥ. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയല്ല മക്കളെ, ഈ ക്യാമറ കൂടെ വല്ലാത്തൊരു എനിക്ക് എന്താണ് തോന്നുന്നു പറയാൻ പറ്റുന്നില്ല. സുഹൃത്തുക്കളെ നോക്കൂ, സുഹൃത്തുക്കളെ എന്താണിത്? എന്തൊരു മനോഹരമാണ് സുഹൃത്തുക്കളെ. ഇതൊന്നും കാണാതെ മരിച്ചു പോയിട്ട് എന്ത് കാര്യം ഗൈസ്. आशिक मैं बन गया हूँ, मुझको बसा ले इनमें तू, मुझसे ये हर घड़ी मेरा दिल कहे तुम ही हो उसकी आरज़ू, मुझसे ये हर घड़ी मेरे